ഹലോ, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയാലോ? സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ ബസ് കയറുന്നതിന് മുമ്പേ നീലനെ വിളിച്ചിരുന്നു. പറഞ്ഞതിലും കുറച്ച് വൈകിയാണ് സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞത്. ബസ് ഇറങ്ങി ഓട്ടോ വിളിച്ച് വന്നാൽ മതിയെന്ന് നീലൻ പറഞ്ഞിരുന്നു. അപ്പം അത് നടക്കില്ല എന്നാണോ? അതെ ശിവൻകുട്ടി സാറേ, അയാൾ സമ്മതിക്കില്ല. വെറുതെ ആ വീടിന് പിന്നാലെ നടന്നിട്ട് സമയം കളയണ്ട. വക്കീലിനും പറ്റില്ലെങ്കിൽ വേണ്ട, വേറെ വഴികൾ നോക്കാൻ എനിക്കറിയാം. എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ച പോലെ ശിവൻകുട്ടി പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പോവാ. 5:30 ആവാറായി. കിഷോർ തിരക്കിട്ട് ബൈക്കിൽ കയറി. അവൻ്റെ പോക്ക് കണ്ട് ശിവൻകുട്ടി ഒന്നും മനസ്സിലാവാതെ നിന്നു. അയാൾ കാരണം മനുഷ്യൻ്റെ സമയം പോയി. അവർ പോയോ എന്തോ. കിഷോർ ബസ് സ്റ്റോപ്പിൽ വണ്ടി നിർത്തി മനസ്സിൽ പറഞ്ഞു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവൻ വരുന്ന ഓരോ ബസ്സിലുള്ളവരെയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. ഒരു ബസ് വന്നു നിന്നതും അവൻ ചാഞ്ഞും ചെരിഞ്ഞും ബസ്സിൽ നിന്നിറങ്ങുന്നവരെ നോക്കി. താൻ പ്രതീക്ഷിച്ച ആളെ ബസ്സിലില്ല എന്ന് മനസ്സിലായത് നിരാശയോടെ ആ ബസ് പോകുന്നത് നോക്കി തിരിഞ്ഞതും തൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവനൊന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് മുഖത്തൊരു പുഞ്ചിരി വരുത്തി. ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞിരുന്ന അവനെ നോക്കിയതാ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീലൻ ഗൗരവത്തിൽ പറഞ്ഞതും അയാൾ ചമ്മയെ ചിരിച്ചിരിച്ചു. ശേഷം ഫോണെടുത്ത് ആരോട് സംസാരിക്കുന്ന പോലെ കാണിച്ച് കുറച്ച് മാറി നിന്നു. 5 മിനിറ്റ് കഴിഞ്ഞതും മറ്റൊരു ബസ് വന്ന് നിന്നു. അതിൽ നിന്ന് അപ്പു ഇറങ്ങി വന്നു. പ്രതീക്ഷിക്കാതെ നീലനെ കണ്ടതും അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്നെ വിളിക്കാൻ വന്നാണ് നീല? അവൻ പുഞ്ചിരിയോടെ തലയാട്ടി അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. കിഷോർ ഫോണിൽ ആരോട് സംസാരിക്കുകയാണ്, പക്ഷെ ശ്രദ്ധ മുഴുവൻ അപ്പൂലാണ്. അതയാളല്ലേ നീല, രാവിലെ വീട്ടിൽ വന്ന ആള്? അതെ. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. അത് പറഞ്ഞ് നീലൻ കിഷോറിൻ്റെ അടുത്തേക്ക് വന്നു. എന്താ മോൻ്റെ ഉദ്ദേശം? നീലൻ കൈകൾ കെട്ടിയെന്നുകൊണ്ട് ചോദിച്ചു. എന്തുദ്ദേശം? അവനറിയാത്ത പോലെ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് കരുതരുത്. ഇന്നത്തോടെ നിർത്തിയേക്കണം നിൻ്റെ ഈ പരിപാടി. ഇയാൾക്കെല്ലാം മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ എല്ലാം തുറന്നു പറയാം. എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ്. എനിക്ക് അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്. വീട്ടിൽ അമ്മയും എത്തിയും. കിഷോർ മുഴുവൻ പറഞ്ഞു തീർക്കുന്നതിന് മുമ്പേ നീലൻ അത് തടഞ്ഞു. അവളെൻ്റെ ഭാര്യയാണ്. അത് കേട്ടതും കിഷോർ ആകെ വല്ലാതെ ആയിപ്പോയി. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. താലിയും സിന്ദൂരം ഒന്നും കണ്ടില്ല. അതാ. താലിയും സിന്ദൂരം ഇല്ലാത്തവരെയൊക്കെ താൻ നോക്കുമോ? നീലൻ അപ്പോഴേക്കും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു. അയ്യോ, അങ്ങനെയല്ല, ഞാൻ അറിയാതെ. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. അത് പറഞ്ഞ് കിഷോർ വേഗം ബൈക്ക് എടുത്ത് പോയി. നീലൻ നേരെ അപ്പുവിൻ്റെ അരികിലേക്ക് നടന്നു. വീട്ടിലെത്തിയത് അപ്പു വേഗം പോയി ഡ്രസ്സെല്ലാം മാറ്റി വന്നു. ചായ വയ്ക്കാൻ അടുക്കളയിലേക്ക് വന്നപ്പോഴേക്കും നീലൻ അപ്പുറത്ത് വെള്ളം വെച്ചിരുന്നു. അപ്പു നേരെ സ്ലാബിൽ കയറിയിരുന്ന് നീലൻ ചായ വയ്ക്കുന്നത് നോക്കിയിരുന്നു. സാധാരണ നിങ്ങൾ അടുക്കയിൽ കയറില്ല എന്നാണല്ലോ അമ്മ തത്വം പറയാറില്ലേ? എന്നിട്ട് നീ എന്തെങ്ങനെ അടുക്കളയിൽ കയറി ഓരോന്നുണ്ടാക്കണേ? ചെറുപ്പത്തിലെ ആ തത്വം കെട്ടിപ്പിടിച്ചിരുന്നാൽ ഞാൻ പട്ടിണി കിടന്ന് ചാവത്തേ ഉള്ളൂ. തമാശ രീതിയിലാണ് പറഞ്ഞെങ്കിലും അതിൽ സങ്കടത്തിൻ്റെ നിഴൽ പടർന്നിരുന്നു. സങ്കടമായോ നീല? എന്തിന്? ഒരു പക്ഷേ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ ഞാനും അടുക്കളയിൽ കയറിയില്ലായിരുന്നു. ഞാനും ആണുങ്ങളെ അടുക്കളയിൽ കയറിയില്ല എന്ന തത്വം പിന്തുടർന്നേനെ. നമ്മുടെ സമൂഹം തീരെ ശരിയല്ല നീല. കുറേ ആവശ്യമില്ലാത്ത നിയമങ്ങളാണ്. ആണുങ്ങൾ ഇങ്ങനെ നടക്കാവോ, ഇങ്ങനെ പെരുമാറാവോ എന്ന ഓരോ നിയമങ്ങൾ. ഇനി പെണ്ണാണെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കരുത്, മിണ്ടരുത്, അടുക്കളയിൽ ഒതുങ്ങണം. അപ്പം എൻ്റെ കുട്ടിക്ക് സമൂഹത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ ഉണ്ടല്ലേ? നമുക്ക് നമ്മുടെ മക്കളെ അങ്ങനെയൊന്നും വളർത്തണ്ട. അവർക്ക് ആണുങ്ങൾ ചെയ്യുന്ന ജോലി പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലി എന്ന വേർതിരിവും വേണ്ട. ജാതി വേണ്ട, മതം വേണ്ട, സ്നേഹം മാത്രം മതി. അതിന് കുട്ടികളുടെ കാര്യത്തിൽ നീ കൂടെ മനസ്സ് വെക്കണ്ടേ? എന്നാലല്ലേ കാര്യങ്ങളൊക്കെ ഒരു നീക്കുപോക്കുണ്ടാവുള്ളൂ. നീലൻ കള്ളച്ചിരി ചോദിച്ചു. എനിക്ക് കുറച്ച് നോട്ട് ചെയ്തുണ്ട്. നീ ചായ എന്നെ വിളിച്ചാൽ മതിട്ടാ. അപ്പോൾ സ്ലാബിൽ നിന്ന് ഇറങ്ങി വേഗം റൂമിലേക്ക് ഓടാൻ നിന്ന്
നീലൻ അവളെ പിടിച്ചു നിർത്തി വീണ്ടും സ്ലാബിലേക്ക് കയറ്റിയിരുത്തി. ഇനി എന്തായാലും നീ ചായ കുടിച്ചിട്ട് പോയാൽ മതി. അവൻ തിളച്ച ചായ ആയതും അരിച്ച് കപ്പിലേക്ക് പകർത്തി അപ്പൂന് നേരെ നീട്ടി. നീ എങ്ങനെയാ നീല ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചേ? ആര് പഠിപ്പിച്ചേ? സാഹചര്യമാണ് എന്നെ ഇതെല്ലാം പഠിപ്പിച്ചേ. പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടാവില്ല, കഴിക്കാൻ ഒന്നും ഉണ്ടാവാറില്ല, ചിലപ്പോൾ കുടിക്കാൻ ഇത്തിരി വെള്ളം പോലും ഉണ്ടാവില്ല. വീട്ടിൽ ഞാനും അച്ഛനും മാത്രമായതിനാൽ ഒരു ജോലിക്കാരിയെ നിർത്താൻ അച്ഛന് താല്പര്യമില്ലായിരുന്നു. അച്ഛൻ ജോലി കഴിഞ്ഞ് വരാൻ 6 മണിയാവും. അതുവരെ വിശന്നിരിക്കണം. പിന്നെ അത് സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ അതേ ഓരോന്ന് പഠിച്ചു തുടങ്ങി. ഒരുപാട് വിശക്കുന്ന ദിവസങ്ങളിൽ, വയ്യാതാവുന്ന ദിവസങ്ങളിൽ ഞാൻ അമ്മയെ ഓർക്കാറുണ്ട്, മിസ് ചെയ്യാറുണ്ട്. ജീവിതത്തിൽ ആർക്കും പകരം വയ്ക്കാൻ കഴിയാത്ത ഒരു റോളാണത്. നീലൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നതും അവൻ വേഗം മുഖം തിരിച്ചു. അത് കണ്ട അപ്പു ചായക്കപ്പ് താഴെ വെച്ച് നീലൻ്റെ അരികിലേക്ക് വന്നു. വിഷമിക്കല്ല നീല, ഞാനുണ്ടല്ലോ നീലൻ്റെ അമ്മയായിട്ട് ഇന്നും കൂടെ. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നീലൻ അവളെ ഇരു കൈകളും കൊണ്ട് ചേർത്ത് പിടിച്ചു. സത്യത്തിൽ ഇപ്പം നീ എന്നെയാണ്, ഞാൻ നിന്നെയാണ് സമാധാനിപ്പിക്കണേ? നീലൻ കണ്ണു തുടച്ചുകൊണ്ടും ചോദിച്ചു. ഞാൻ നിന്നെ. അവൾ കണ്ണു തുടച്ച് മൂക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. അവനൊന്ന് അമർത്തി മൂളി. ദിവസങ്ങൾ വീണ്ടും മാറ്റമില്ലാതെ കടന്നുപോയി. നീലൻ അടുത്തുള്ള വില്ലേജ് ഓഫീസിൽ പോസ്റ്റിംഗ് കിട്ടി. ഒരു ദിവസം അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലെ സാധനങ്ങളെല്ലാം ഒരു വണ്ടിയിൽ കയറ്റുന്ന നീലനെ അരുണിനെയാണ് കണ്ടത്. സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി അരുൺ അതിൽ കയറിപ്പോയി. എങ്ങോട്ട് നീല ഈ സാധനങ്ങൾ കൊണ്ടുപോണേ? ഹൗസ് ഓണർ വീടൊഴിയാൻ പറഞ്ഞു. അയ്യോ, ഇനി നമ്മൾ എന്താ ചെയ്യാ? അറിയില്ല, പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? തൽക്കാലം ഇവിടുത്തെ സാധനങ്ങളെല്ലാം അരുണിൻ്റെ വീട്ടിലേക്ക് മാറ്റാം. നാളെ രാവിലെ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കണം. ഇനി നമ്മൾ എവിടെ പോകുന്നില്ല? അവൾ നീലൻ്റെ തോളിലേക്ക് തലവെച്ച് സങ്കടത്തോടെ ചോദിച്ചു. ഇതെല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. താങ്ക്